അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ദേവിക പ്രകാശ്, 9th C. ഞാൻ ശിവദ PK, 9th C. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഇന്ന് മാർച്ച് 28. പത്രാധിപർ, ഗദ്യകാരൻ, പുസ്തക നിരൂപകൻ, സമൂഹ നവീകരണവാദി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന സ്വദേശാഭിമാനി എന്നറിയപ്പെട്ടിരുന്ന കെ രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മദിനം. തിരുവിതാംകൂറിലെ ഭരണകൂട അഴിമതിക്കും ഏകാധിപത്യത്തിനുമെതിരെ നിർഭയമായി തൂലിക പടവാളാക്കിയ പ്രമുഖ പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. 1978 മെയ് 25 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ രാമകൃഷ്ണപിള്ള ജനിച്ചു. ചക്കിയമ്മയും നരസിംഹൻ പോറ്റിയുമാണ് മാതാപിതാക്കൾ. അഭിഭാഷകനായ അമ്മാവൻ കേശവപിള്ളയാണ് രാമകൃഷ്ണനെ പഠിപ്പിച്ചത്. കോളേജ് വിദ്യാഭ്യാസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ, കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകൻ വിനോദ് അഗസ്റ്റിൻ സാറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് വിദ്യാഗീതം സ്കൂൾ റേഡിയോ. ഓരോ എപ്പിസോഡിലും വൈവിധ്യങ്ങളായ ആശയങ്ങൾ കൊണ്ട് വ്യത്യസ്തമാവുകയാണ് വിദ്യാഗീതം. കുട്ടികളുടെ മികച്ച അവതരണം ശ്രദ്ധേയമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അനീതിക്കും അഴിമതിക്കും രാഷ്ട്രീയ ദുരാചാരങ്ങൾക്കുമെതിരെ എഴുത്തായുധമാക്കിയ മലയാളത്തിലെ ആദ്യത്തെ ധീരനായ പത്രപ്രവർത്തകനായിരുന്നു സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. രാജഭരണത്തിൽ അന്ന് നടമാടിയിരുന്ന സേവകഭ്രമവും ദിവാൻ രാജഗോപാലാചാര്യയുടെ സദാചാര ഭ്രംശവും സ്വദേശാഭിമാനിയിലൂടെ രാമകൃഷ്ണപിള്ള വിമർശിച്ചു. ഇതിന്റെ പേരിൽ 1910 സെപ്റ്റംബർ 26 അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തി. പത്രത്തിന്റെ ശക്തി എന്തെന്ന് ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തിയത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ചില ഒറ്റ ശ്ലോകങ്ങളും ചെറുലേഖനങ്ങളും എഴുതി അദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. അവ മലയാള മനോരമ, വിദ്യാവിനോദിനി, കേരളചന്ദ്രിക തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ വെളിച്ചം കണ്ടു. കോളേജ് പഠനകാലത്താണ് രാമകൃഷ്ണപിള്ള പത്രാധിപരായി ചുമതലയേൽക്കുന്നത്. പഠനകാലത്ത് പത്രാധിപത്യം ഏറ്റെടുത്തതിനെ
വീട്ടുകാർ എതിർത്തിരുന്നു. കേരള ദർപ്പണത്തിൽ എഴുതിയ പുസ്തക നിരൂപണത്തിലൂടെയാണ് രാമകൃഷ്ണപിള്ളയിലെ സാമൂഹ്യ വിമർശകൻ ഉയർത്തെഴുന്നേറ്റത്. ഭാഷാസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു ധീരനായ പത്രപ്രവർത്തകന്റെ അചഞ്ചലമായ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പല പുസ്തക നിരൂപണങ്ങളിലും കാണാവുന്നതാണ്. കേരള ദർപ്പണത്തെ തുടർന്ന് കേരള പഞ്ചിക, മലയാളി തുടങ്ങിയ പത്രങ്ങളിലും പത്രാധിപരായി അദ്ദേഹം ജോലി ചെയ്തു. 1905 കേരളൻ എന്ന മാസിക തിരുവനന്തപുരത്തു നിന്നും സ്വന്തമായി അച്ചടിച്ച് പുറത്തിറക്കി. ഇക്കാലത്താണ് വക്കം മൗലവി സ്വദേശാഭിമാനി പത്രത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ദേശസ്നേഹിയും പണ്ഡിതനും മുസ്ലിം സമുദായ പരിഷ്കർത്താവുമായ വക്കം മൗലവി എന്ന അബ്ദുൽ ഖാദർ സാഹിബ് അഞ്ചുതെങ്ങിൽ നിന്നും ആരംഭിച്ച പത്രമായിരുന്നു സ്വദേശാഭിമാനി. ഇതിന്റെ പത്രാധിപരായിരുന്ന CP ഗോവിന്ദപിള്ള ഒരു കൊല്ലത്തെ സേവനത്തിനു ശേഷം ആര്യഭൂഷണം എന്ന പത്രത്തിന്റെ പത്രാധിപരായി മാറിപ്പോയി. സ്വദേശാഭിമാനിയെ നവീനവും സ്വതന്ത്രവുമായ ഒരു പത്രമാക്കി മാറ്റുന്നതിന് അനുയോജ്യനായ ഒരു പത്രാധിപരെ തേടുന്നതിനിടയിലാണ് രാമകൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ചിന്ത മൗലവിയുടെ മനസ്സിലുദിച്ചത്. മൗലവിയുടെ അപേക്ഷ രാമകൃഷ്ണപിള്ള ആദ്യം നിരസിച്ചെങ്കിലും പത്രത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന മൗലവിയുടെ വാഗ്ദാനത്തെ തുടർന്ന് അദ്ദേഹം സ്വദേശാഭിമാനിയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. 1906 ജനുവരി 17 രാമകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആദ്യത്തെ സ്വദേശാഭിമാനി പത്രം പുറത്തിറങ്ങി. ആദ്യ ലക്കത്തിൽ തന്നെ പത്രാധിപർ സ്വദേശാഭിമാനിയുടെ പ്രവർത്തനോദ്ദേശം മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. തിരുവിതാംകൂർ രാജഭരണത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നടമാടിയിരുന്ന അഴിമതിയും അക്രമവും കൈക്കൂലിയുമെല്ലാം സ്വദേശാഭിമാനിയിലൂടെ പുറം ലോകമറിഞ്ഞു. ഇവയെല്ലാം നിർമ്മാർജ്ജനം ചെയ്തെങ്കിൽ മാത്രമേ രാജ്യഭരണം ശ്രേയസ്കരമാവൂ എന്നും അതിലേക്കായി സത്വരമായ നടപടികൾ എടുക്കണമെന്നും സ്വദേശാഭിമാനി ഗവൺമെന്റിനെ ഉദ്ബോധിപ്പിച്ചു. ഇക്കാലത്തും പഠനം തുടർന്ന രാമകൃഷ്ണപിള്ള നിയമപഠനത്തിനായി തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നു. സൗകര്യത്തിനായി പത്രം ഓഫീസ് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നട്ടു. സ്വദേശാഭിമാനിയിൽ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മുഖലേഖനങ്ങളിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു. തിരുവിതാംകൂറിലെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം നൽകണമെന്നും ദരിദ്ര കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തോടൊപ്പം എന്തെങ്കിലും കൈത്തൊഴിലും പരിശീലനം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോന്നു. തുടർന്ന് വിദ്യാർത്ഥി എന്ന പേരിൽ ഒരു മാസിക കൂടി അദ്ദേഹം പുറത്തിറക്കി. വിദ്യാർത്ഥിയുടെ ആദ്യ ലക്കത്തിൽ മലയാള വാക്യരചനയിൽ നല്ലവണ്ണം നൈപുണ്യം നേടുവാൻ അതിലേക്കായി പരിശീലിക്കേണ്ടതിന് വിദ്യാഭ്യാസ കാര്യങ്ങളെ മുഖ്യമായി പ്രതിപാദിക്കുന്ന ഒരു പത്രിക വിദ്യാർത്ഥികൾക്കും മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഉപകാരപ്രദമായ രീതിയിൽ പുറത്തിറക്കുന്നുവെന്ന് ഇതിന്റെ ഉദ്ദേശത്തെപ്പറ്റി അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. ദിവാൻ രാജഗോപാലാചാര്യയുടെ സ്വകാര്യ ജീവിതത്തിലെ ക്രമക്കേടുകളെ വെളിപ്പെടുത്തുന്ന ലേഖനങ്ങൾ തിരുവനന്തപുരത്തു നിന്നും സ്വദേശാഭിമാനിയിലൂടെ അച്ചടിച്ചു വന്നത് രാജഗോപാലാചാര്യയെ ക്ഷുഭിതനാക്കി. വിമർശനം അതിരുകടക്കുന്നുവെന്ന് CV രാമൻപിള്ള അടക്കമുള്ള പ്രഗത്ഭർ സ്വദേശാഭിമാനിയെ ഓർമ്മിപ്പിച്ചുവെങ്കിലും ഒരു ഭരണാധിപന്റെ ദുരാചാരങ്ങളെ എതിർക്കേണ്ടത് സ്വാർത്ഥരഹിതനായ ഒരു പത്രപ്രവർത്തകന്റെ കർത്തവ്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിമർശനത്തിന്റെ മൂർച്ച കൂട്ടുകയാണ് രാമകൃഷ്ണപിള്ള ചെയ്തത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറ്റമറ്റ രീതിയിൽ മാത്രമേ പെരുമാറാവൂ എന്ന് രാമകൃഷ്ണപിള്ള ശഠിച്ചു. ഇത് ഭരണാധികാരികളെ കൂടുതൽ പ്രകോപിതരാക്കി. സ്വദേശാഭിമാനിയെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് സൂപ്രണ്ട് SS ജോർജ് സ്വദേശാഭിമാനി ഓഫീസിൽ പ്രവേശിച്ചപ്പോൾ പത്രാധിപർ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സൂപ്രണ്ടിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം രാത്രി 12 മണിക്ക് അറസ്റ്റിന് കീഴടങ്ങി. പിറ്റേന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തെ തിരുനെൽവേലിയിൽ രാജ്യാതിർത്തി കടത്തിവിട്ടു. തിരുവിതാംകൂറിനോടുള്ള എൻ്റെ ബന്ധം വേർപെട്ടു. മാതൃഭൂമിയോടുള്ള എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. എനിക്കിനി അവിടേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹമില്ല എന്നാണ് അദ്ദേഹം ആ നിമിഷം പ്രതികരിച്ചത്. നാടുകടത്തലിന് ശേഷവും അദ്ദേഹം സാഹിത്യരചനയിൽ കർമ്മനിരതനായിരുന്നു. ഈ കാലഘട്ടത്തിൽ എൻ്റെ നാടുകടത്തൽ എന്ന പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹം എഴുതി പ്രസിദ്ധപ്പെടുത്തി.
കാൾ മാർക്സ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥവും മാർഗദീപമാണ്. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ, നൃത്തമാടിയതാണ് കുളമ്പുകൾ, നൃത്തമാടിയതാണ് കുളമ്പുകൾ, നൃത്തമാടിയതാണ് കുളമ്പുകൾ, നൃത്തമാടിയതാണ് കുളമ്പുകൾ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ. 1916 മാർച്ച് 28 മലയാള ഭാഷാനിലത്തിലെ കളകൾ പറിച്ചെറിഞ്ഞ മലയാള നാട്ടിലെ ആദ്യത്തെ ധീരനായ ആ പത്രാധിപർ അന്തരിച്ചു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.